കൃപയേറും കർത്താവിലെൻ വിശ്വാസം, അതിനാൽ ഹൃദയെന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയുമീ ഭൂവാസം കൃപയാൽ മനോഹരമാ. ദുരിതങ്ങൾ നിറയുമീ ഭൂവാസം കൃപയാൽ മനോഹരമാ. കൃപ കൃപ ഒന്നെന്നാശ്രയമായി, കൃപ കൃപ ഒന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. ക്രിസ്തീയതയുടെ അടിസ്ഥാനം ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെയാണ് നാം വിശ്വാസി എന്ന് വിശേഷിപ്പിക്കുന്നത്. വാസ്തവത്തിൽ ഉൽപ്പത്തി പുസ്തകം മുതലുള്ള പഴയ നിയമഗ്രന്ഥങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെയെല്ലാം കാണാൻ സാധിക്കുന്നത് യഹോവയായ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന വ്യക്തികളെയാണ്. വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിക്ക് ദൈവകരങ്ങളിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കും എന്ന് കരുതുവാൻ സാധ്യമല്ല. ദൈവവചനം വളരെ വ്യക്തമായി ആ കാര്യം നമ്മെ അറിയിക്കുന്നുണ്ട്. പഴയ നിയമകാലത്ത് യഹോവയായ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ദൈവമക്കൾക്ക് ദൈവകരങ്ങളിൽ നിന്ന് ലഭിച്ച അസംഖ്യം അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പഴയ നിയമഗ്രന്ഥങ്ങൾ നമുക്ക് കാണിച്ചു തരികയാണ്. ഉദാഹരണമായി അബ്രഹാം വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടത്തക്ക നിലയിൽ ഒരു വലിയ വിശ്വാസ വീരനായി ഉൽപ്പത്തി പുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്നു. പഴയ നിയമഗ്രന്ഥങ്ങളിലെല്ലാം നാം കാണുന്ന അനേക വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടിക തന്നെ നമ്മുടെ മുൻപാകെയുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള അനുഗ്രഹീതമായ വീണ്ടെടുക്കപ്പെട്ട ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള രൂഢമൂലമായ വിശ്വാസമാണ് എന്ന് തിരുവെഴുത്ത് വളരെ വ്യക്തമായി നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ടാണ് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല എന്നുള്ളത് വളരെ വ്യക്തമായി താൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്ന ഒരു വ്യക്തിയുടെ വിശ്വാസം എത്രമാത്രമുണ്ട്, ക്രിസ്തുവിലുള്ളതായ വിശ്വാസം, വലിയവനായ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം എത്രമാത്രമുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ അനുഗ്രഹങ്ങൾ ഒന്നും തന്നെ ദൈവകരങ്ങളിൽ നിന്ന് പ്രാപിക്കുവാൻ നമുക്ക് സാധ്യമല്ല എന്ന് ദൈവവചനം നമ്മെ വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാ വിശ്വാസികളും ക്രിസ്ത്യാനികളാണ്. എന്നാൽ എല്ലാ ക്രിസ്ത്യാനികളും വിശ്വാസികളാകണമെന്നില്ല. ക്രിസ്തുവിൽ യാതൊരു വിശ്വാസവുമില്ലാത്ത പേരുകൊണ്ട് മാത്രം ക്രിസ്ത്യാനിയായിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ക്രിസ്തീയ മാതാപിതാക്കൾക്ക് ജനിച്ചതുകൊണ്ട് ക്രിസ്ത്യാനിയായി അറിയപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അവരെല്ലാം നാമധേയ ക്രിസ്ത്യാനികൾ എന്നാണ് തിരുവെഴുത്ത് വിശേഷിപ്പിക്കുന്നത്. പേരുകൊണ്ട് മാത്രം ക്രിസ്ത്യാനിയായിരിക്കുന്ന ധാരാളം ആളുകൾ. അവർക്ക് ദൈവകരങ്ങളിൽ നിന്ന് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ലഭിക്കും എന്ന് വിശ്വസിക്കുവാൻ നമുക്ക് സാധ്യമല്ല. ദൈവവചനത്തിൻ്റെ മുൻപാകെ അവർ കേവലം ലോക മനുഷ്യരെ പോലെ തന്നെയുള്ളവരാണ്. പ്രാകൃത മനുഷ്യരായി അവർ ജീവിക്കുന്നു. അവരുടെ നിത്യത നരകാഗ്നിയിലാണെന്ന് ദൈവവചനം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. വാസ്തവത്തിൽ പഴയ നിയമവും പുതിയ നിയമവും വിളിച്ചറിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തിലുള്ള വിശ്വാസം ആർക്കാണോ ഉള്ളത് അവർക്കാണ് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ദൈവകരങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുമുള്ള അനുവാദവും അവകാശവും ഉള്ളത് എന്നത്രേ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് വലിയവനായ ദൈവം അബ്രഹാമിനോട് ഇടപെടുന്നതായ രംഗമാണ്. അബ്രഹാമിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അബ്രഹാമിന് മക്കളില്ലായിരുന്നു. വാർദ്ധക്യത്തിലേക്ക് അടുത്തുവെങ്കിലും മക്കളില്ല എന്നുള്ളതായ ഒരു വലിയ വിഷമം അബ്രഹാമിനെയും തൻ്റെ ഭാര്യയായ സാറായിയെയും വല്ലാതെ വിഷമിപ്പിച്ചിരുന്നതായ ഒരു കാര്യമായിരുന്നു. അത് അവരുടെ ഒരു സ്വകാര്യമായ ദുഃഖമായിരുന്നു.
ആ ദുഃഖം തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും തൻ്റെ മനസ്സിനെ വിട്ടുമാറാതെ എല്ലാ സമയത്തും അത് തന്നെ ചിന്തിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇതേപോലെയുള്ള സ്വകാര്യ ദുഃഖങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. ആരോടും പറയാതെ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന, നമ്മെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന, തളർത്തുന്ന, പലപ്പോഴും നമ്മുടെ ഉറക്കം കളയുന്ന, പലപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരുപാട് സ്വകാര്യ ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. തൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ദുഃഖമുണ്ടെങ്കിലും അബ്രഹാം ഓർത്തിരിക്കുന്നതായ ഒരു കാര്യമുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. അതായത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കുന്നതായ ഒരു രംഗമുണ്ട്. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് പറയുന്നു. അതോട് ചേർത്ത് ദൈവം അബ്രഹാമിനോട് പറഞ്ഞതായ ഒരു കാര്യം ഇങ്ങനെയാണ്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എന്നാണ്. ആ ഒരു വാചകം അബ്രഹാം ഒരു പക്ഷെങ്കിൽ മറക്കാതെ തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നതായ ഒരു കാര്യമായിരിക്കാം. എന്നിരുന്നാലും തൻ്റെ നല്ല പ്രായമായിട്ടും അങ്ങനെ ഒരു അനുഭവം തനിക്ക് ലഭിക്കുവാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള വിഷമം അബ്രഹാമിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തോട് ഈ ഒരു ആവശ്യം ഉന്നയിക്കുവാൻ അബ്രഹാം മനസ്സിൽ കരുതിയിരുന്നു എന്ന് വേണം ചിന്തിക്കാൻ. അതുകൊണ്ടാണ് 15-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ദൈവം അബ്രഹാമിനോട് ഒരു ദർശനത്തിലൂടെ ഇടപെടുന്നതായ സമയത്ത് താൻ അറിയാതെ ദൈവത്തോട് ചോദിച്ചു പോയതായ കാര്യം, കർത്താവേ, ഞാൻ തലമുറകളില്ലാത്തവനായി തീരുന്നല്ലോ, എൻ്റെ അവകാശി എൻ്റെ വീട്ടിലുള്ള ഈ കാര്യസ്ഥനായ എലയാസറാണല്ലോ എന്ന് താൻ അറിയാതെ ദൈവത്തോട് തൻ്റെ മനസ്സിലുള്ളതായ വലിയ സങ്കടത്തെ പകരുന്നത് ഈ 15-ാം അധ്യായത്തിൽ നാം കാണുകയാണ്. അതിന് മറുപടിയായി ദൈവം അബ്രഹാമിന് വളരെ വ്യക്തമാക്കി കൊടുക്കുന്നതായ കാര്യം എന്താണ്? ഞാൻ നിനക്ക് സന്തതിയെ നൽകും. അതിനുശേഷം അബ്രഹാമിനെ പുറത്തേക്ക് കൊണ്ടുപോയി ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, നിന്റെ സന്തതിയെ ഈ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കും. നോക്കുക, ദൈവത്തിൻ്റെ പ്രമാണം എത്ര വിലയേറിയതാണ്. നാം വായിക്കുന്നത് അബ്രഹാം അത് വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നാണ്. ഈ വിശ്വാസത്തെ സംബന്ധിച്ച് റോമാലേഖനം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു എന്നാണ്. നോക്കുക, എത്ര വലിയ വിശ്വാസമായിരുന്നു അത്. ഈ വിശ്വാസത്തിൻ്റെ ആധാരം എന്താണ്? യഹോവയായ ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിന്നാണ് ഈ വിശ്വാസം ഉടലെടുത്തിട്ടുള്ളത്. അബ്രഹാമിനോട് ദൈവം സ്വകാര്യമായി വ്യക്തിപരമായി ഇടപെട്ടതായ ആ സമയം അബ്രഹാമിന് മറക്കുവാൻ സാധ്യമല്ല. അതിൻ്റെ വ്യക്തമായ ഓർമ്മ അബ്രഹാമിൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് താൻ വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ അടിയുറച്ച് വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാനിടയായി തീർന്നത്. ഇന്ന് രാവിലെ ഈ വചനം നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയവനായ ദൈവവുമായി നാം സ്വകാര്യമായി ഇടപെടുന്നതായ ആ സമയം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ സമയമായി മാറുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്ന് രാവിലെ ഞാനും എൻ്റെ കർത്താവും മാത്രമായി സംഭാഷണം ചെയ്യുന്ന അനുഗ്രഹീതമായൊരു സമയം എൻ്റെ ജീവിതത്തിലുണ്ടാകണം. മറ്റുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ച് മറ്റൊന്നിലേക്കും ശ്രദ്ധ പതറിപ്പോകാതെ ഞാൻ കർത്താവിൻ്റെ അരികിൽ നിന്ന് കർത്താവിനോട് സംസാരിക്കുന്ന, ദൈവം എന്നോട് സംസാരിക്കുന്ന ശബ്ദം കേൾക്കുന്ന അനുഗ്രഹീതമായ ഒരവസരം എൻ്റെ ജീവിതത്തിലുണ്ടാകണം. അങ്ങനെയുള്ള ഒരു അവസരം അബ്രഹാമിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അപ്പോഴാണ് തൻ്റെ സ്വകാര്യ ദുഃഖം താൻ ദൈവത്തോട് അറിയിച്ചത്. താൻ തൻ്റെ മനസ്സ് തുറന്ന് ദൈവത്തോട് സംഭാഷിക്കുന്നതിനിടയായിത്തീർന്നത്. അപ്പോഴാണ് ദൈവം അബ്രഹാമിനോട് അറിയിച്ചത് അബ്രഹാമിന് വരാനുള്ള തലമുറയെ സംബന്ധിച്ച്. അതുകൊണ്ട് ദൈവവുമായി നാം ഇടപെടുന്ന വളരെ സ്വകാര്യമായ വ്യക്തിപരമായ ഒരു സമയം എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയം തുറന്ന് ദൈവത്തോട് സംസാരിക്കുവാൻ സാധിക്കും. ദൈവം നമ്മെ ചില കാര്യങ്ങൾ അറിയിക്കും, നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കും. വചനത്തിലൂടെ ദൈവം നമ്മോട് ഇടപെടും. ആ ശബ്ദം കേൾക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മെ സംബന്ധിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ദൈവം നമ്മെ അറിയിക്കുന്ന അനുഗ്രഹീതമായ ഒരു അനുഭവം നമുക്കുണ്ടാകും. ഇന്ന് രാവിലെ ആ ഒരു അനുഭവത്തിലേക്ക് വരുവാൻ നമുക്ക് സാധിക്കുമോ പ്രിയമുള്ളവരെ?
അല്പസമയം മറ്റുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മുടെ ശ്രദ്ധ വലിയവനായ ദൈവത്തിങ്കിലേക്ക് മാത്രം തിരിയുവാനിടയാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസത്താൽ പിതാവാം ദൈവത്തിൻ്റെ അരികിലേക്ക് ചെന്ന് നമ്മുടെ ഹൃദയം പകരുന്ന അനുഗ്രഹീതമായ ഒരു അനുഭവം നമുക്ക് ലഭിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവിടെ അബ്രഹാം തൻ്റെ ഹൃദയം തുറന്ന് സംസാരിച്ചതുപോലെ നമ്മുടെ ഹൃദയം തുറന്ന് സംസാരിക്കുവാൻ, നമ്മുടെ ഹൃദയത്തിലെ നമ്മുടെ പ്രയാസങ്ങളും ഭാരങ്ങളും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവിൻ്റെ മുൻപാകെ സ്തോത്രത്തോടെ അറിയിക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നൽകുവാൻ ദൈവത്തിന് തിരുമനസ്സാകും. ദൈവവചനത്തിലൂടെ അനേക കാര്യങ്ങൾ ദൈവം നമ്മോട് സംസാരിക്കും. ഇന്ന് രാവിലെ അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിലേക്ക് അടിയങ്ങൾ അടുത്തു വരികയാണ്. അവിടുത്തെ സന്നിധി എത്രയോ അനുഗ്രഹകരമായ സന്നിധിയാണ്. അഖിലാണ്ടത്തെ നിർമ്മിച്ച അത്യുന്നതനായ അവിടുത്തെ സന്നിധിയിൽ അടുത്തു വരുവാൻ ക്രിസ്തുവേശുവിലൂടെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുവാദത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഇന്ന് രാവിലെ അവിടുത്തെ മുൻപാകെ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങൾ, ഞങ്ങളുടെ സ്വകാര്യ ആവശ്യങ്ങൾ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ, വ്യക്തിപരമായ ആവശ്യങ്ങൾ, ഇതെല്ലാം കർത്താവേ ഇന്ന് രാവിലെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും എന്നരുളി ചെയ്തിരിക്കുന്ന ദൈവവചനത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്ന കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് ഞങ്ങൾ വായിക്കുന്നു. ദാസന്റെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നത് പോലെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് ഇന്ന് രാവിലെ നോക്കുകയാണ്. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് കടാക്ഷിക്കണമേ കർത്താവേ. അവിടുത്തെ പുത്രനിലൂടെ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാവിധ നന്മകൾക്കായും അനുഗ്രഹങ്ങൾക്കായും ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് ആരെങ്കിലും കർത്താവേ അവരുടെ സ്വകാര്യ ദുഃഖങ്ങളുമായി അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ അവരെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ, സഹായിക്കണമേ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് സൗഖ്യവും ക്ഷീണിതർക്ക് ആശ്വാസവും നിരാശയുള്ളവർക്ക് പ്രത്യാശയും നൽകി പ്രതീക്ഷയും നൽകി അവരെ അനുഗ്രഹിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാളും തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നേ. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നേ. കൃപ കൃപ ഒന്നെന്നാശ്രയമായി, കൃപ കൃപ ഒന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും.